ചെക്കന് ഒരു 10-20 വയസ്സേ ഉണ്ടാവുള്ളൂ. ആളെനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയണേ, എനിക്ക് എൻ്റെ ഉമ്മാനെ കൊല്ലാൻ തോന്നാളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മാനെ കൊല്ലാൻ തോന്നേ, എന്താ ഈ പറയുന്നേ? അതൊക്കെ മറ്റുള്ളവരുടെ പതനത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരെ അധപ്പതനത്തിനും അവനൊന്ന് താഴ്ന്ന് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ പെട്ട ഒരു ഇരയാണ് ഞാനെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ബ്രോ കാര്യം, ഒന്ന് ഓപ്പൺ ആയിട്ട് പറ. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ട് കാക്ക. 3-4 വർഷമായിട്ട്, അഥവാ 3 വർഷമായിട്ട് ഞാൻ ചങ്ങലയിലാണ് ഏർവാടിയിലാണ് ഉള്ളത്. ഇപ്പൊ ഞാനൊന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. ഇക്കാക്ക് എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ദുആ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഓനെ കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നിന്ന്. ഞാനും എൻ്റെ ഇളയച്ചനും എൻ്റെ ഭാര്യയൊക്കെ വണ്ടിയിൽ ഇരുന്നിട്ടാണ് അവൻ്റെ വോയിസ് മെസ്സേജ് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ അവൻ പറയുന്ന കാര്യം എന്താ അറിയോ? ഇക്ക, ഞാൻ കിടക്കുന്ന കട്ടിൻ്റെ അടിയിൽ, ഞാൻ ഇരിക്കുന്ന സോഫയുടെ അടിയിൽ, എൻ്റെ തുറന്ന് ഡ്രസ്സ് വെക്കുന്ന അലമാറയുടെ അടിയിൽ, അതുപോലെ തന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന എൻ്റെ കാറിൻ്റെ വീലിൽ, എല്ലാ സ്ഥലത്തും താക്കിയിട്ട് മുട്ടത്തോട് കണ്ടാൽ ഭീകര രൂപം തോന്നിക്കുന്ന ഒരുപാട് തകിട് കഷ്ണങ്ങളും ഒരുപാട് ഭീകര രൂപങ്ങളുടെ ചെറിയ ചെറിയ ഫോട്ടോകളൊക്കെ വെച്ച് കൂടോത്രം ചെയ്ത പോലത്തെ എന്തോ ഒരു സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിക്ക. ഞാനത് എടുത്ത് അന്ന് മുതൽ ഞാൻ പ്രയാസപ്പെടുന്നുണ്ട്. ആദ്യം എനിക്ക് വന്ന സിംറ്റംസ് ഒരു ദേഷ്യമായിരുന്നു, പിന്നെ കരച്ചിലായിരുന്നു, മരണത്തോടുള്ള പേടിയായിരുന്നു. അങ്ങനെ ഞാൻ ആകെ അലറി വിളിച്ച് എന്നെ കാണിക്കാത്ത ഹോസ്പിറ്റലുകളില്ല. അവസാനം ഒരു ഉസ്താദാണ് പറഞ്ഞത്, ശരീരത്തിൽ എന്തോ കയറിയിട്ടുണ്ട്, ഏർവാടി അല്ലാതെ വേറൊരു മരുന്നില്ല, ഏർവാടിയിലേക്ക് പോയിക്കോന്നുള്ളത്. അവൻ പറയാണ്, 100-500 കിലോമീറ്റർ ഞാൻ താണ്ടി ഇവിടെ വന്നിട്ട് വർഷങ്ങളായി. എൻ്റെ ഉമ്മാനെ കാണുമ്പോൾ എനിക്ക് കൊല്ലാൻ തോന്നാണ്. ഉമ്മാനോട് സ്നേഹമില്ല, ഉമ്മാനെ കൊല്ലാൻ തോന്നാണ്. അവസാനം ഏർവാടി എന്ന് പറഞ്ഞ് ശരീരത്തിൽ കൂടിയത് കുറച്ച് മാരകമായിട്ടുള്ള ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ശക്തിയാണെന്ന് പറഞ്ഞു. അങ്ങനെ 3.5 വർഷത്തിന് ശേഷം അവൻ പറയാണ്, 3.5 വർഷത്തിന് ശേഷം ഞാൻ ഏർവാടിയിൽ ചെന്ന് എൻ്റെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറാനുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിന്ന് അവസാനം എൻ്റെ ഉമ്മയെ ഞാൻ ആദ്യമായിട്ട് 3.5 വർഷത്തിന് ശേഷം എൻ്റെ ഉമ്മയെ ഞാനൊന്ന് കണ്ട് ആദ്യമായിട്ട് എൻ്റെ ഉമ്മാനൊന്ന് സ്നേഹിച്ചെന്ന്. ഈ ചെയ്യുന്ന ആൾക്കാരോടാണ് പറയുന്നത്, പടച്ചോനെ ഒരു നിമിഷം പോലും നിങ്ങളെ മുഖത്തേക്ക് നോക്കൂല. പടച്ചോനെ തൗബ ചെയ്താൽ പോലും സ്വീകരിക്കാത്ത ഒരു തെറ്റാണ് ഈ സിഹിർ എന്ന് പറഞ്ഞത്. ചെയ്യുന്ന നിങ്ങൾക്ക് 101 രൂപയോ അല്ലെങ്കിൽ ഒരു തകിടോ അല്ലെങ്കിൽ ഒരു കോഴിമുട്ടോ അല്ലെങ്കിൽ ഒരു വത്തക്കൻ്റെ തൊലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. പക്ഷെ ഇത് അനുഭവിക്കുന്നവരുണ്ടല്ലോ, ലാസ്റ്റ് ആ മോൻ എന്നോട് പറയണേ, ഇക്ക, എനിക്ക് അസുഖം മാറാനോ അല്ലെങ്കിൽ എനിക്ക് പൈസക്ക് വേണ്ടിയിട്ടോ എനിക്ക് മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നല്ല ഞാൻ ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് അയച്ചത്. ഞാനിപ്പോൾ അനുഭവിക്കുന്നതിൻ്റെ വേദന നാട്ടുകാർ പറയണം എനിക്ക് ഭ്രാന്താണെന്ന്, വീട്ടുകാർ പറയണം എനിക്ക് ഭ്രാന്താണെന്ന്. ഇക്കാര്യം ഒന്നും വേണ്ട, ആരെന്തും